നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സേവനം ജനങ്ങളുടെ അവകാശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജീവനക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണ്. ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2011 കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ 47% നഗര ജനസംഖ്യ. 2035 അത് 93% എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 35 എന്ന് പറഞ്ഞാൽ ഇനി 11 വർഷമേ ഉള്ളൂ. ആ നിലക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നഗരം എന്ന മട്ടിൽ കേരളത്തെ കണക്കാക്കുന്നവരുണ്ട്. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനം. ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാഗേഷ് റിപ്പോർട്ട് അവതരണം നടത്തി. കെട്ടിടം പണി പൂർത്തിയാക്കിയവർക്കുള്ള ഉപഹാര സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. എഴുത്തുകാരിയും നഗരസഭാ കൌൺസിലറുമായ പി പ്രമില ടീച്ചറുടെ പുതിയ നോവൽ കാലാന്തരങ്ങൾ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ, വൈസ് ചെയർമാൻ എം ബി ജയരാജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ, നഗരസഭാ അംഗം ഫൈസൽ പുനത്തിൽ, തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ, മുൻ ചെയർമാൻമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 13,50,00,000 രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടെ തലശ്ശേരി നഗരസഭാ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.